CH3CH2OH. That is ethanol. എഥനോളിനെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ആക്കാം. On treated with HCl, hydrogen chloride, in presence of anhydrous zinc chloride. അതാണ് ഇവിടെ എല്ലാം നമ്മൾ ആ റിയേജന്റുകളുടെ നെയിം അറിഞ്ഞിരിക്കണം. ഇവിടെ എഥനോൾ ആൽക്കഹോളിനെ നമ്മൾ HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്യും ഒരു അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസിൽ. അപ്പൊ എന്ത് ചെയ്യും? ഈ ആൽക്കഹോളിലെ OH-ഉം HCl-ലെ H-ഉം കൂടെ ചേർന്ന് വാട്ടർ ആയിട്ടങ്ങ് പോകും. ഈ HCl-ലെ H-ഉം ആൽക്കഹോളിലെ OH-ഉം കൂടെ ചേർന്ന് വാട്ടർ അങ്ങ് പോകും. ബാക്കി എന്തുകൊണ്ട്? ഈ Cl ഇവിടെ വന്ന് ചേരും. അപ്പൊ എന്ത് കിട്ടി? CH3CH2Cl. We get ക്ലോറോമീഥൈൻ. സിമ്പിൾ ആണ്. ആ OH മാറ്റിയിട്ട് ഹാലജൻ അങ്ങ് കൊടുത്താൽ മതി. OH മാറി Cl വന്നു, എഥനോൾ ക്ലോറോ ഈഥൈൻ ആയിട്ട് മാറി. അവിടെ ആൽക്കഹോളിനെ HCl-ഉമായിട്ട് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തു. അപ്പം വാട്ടർ റിമൂവ് ചെയ്തു. ആൻഡ് വി ഗെറ്റ് ദ OH ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലജൻ or alcohol, ethanol. It on treated with HBr. ഞാനിപ്പോ ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അവിടെ ഒരു റിയേജന്റ് ഈ വാട്ടറിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയും. സൾഫ്യൂരിക് ആസിഡ് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ടറിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നവര്. ഇവിടെയും HOH-ഉം, that is water is removed. The remaining, the bromine is attached to the alkyl group CH3CH2Br. We get bromoether. അങ്ങനെ HI-യുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അയഡോ ഈഥൈൻ കിട്ടും. HI-യുമായിട്ട് ഫോസ്ഫോറിക് ആസിഡ് ഒരു റെഡ്യൂസിങ് ഏജന്റ്, അതിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ HCl, HBr, HI ഒരു ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. വി ഗെറ്റ് ആൽക്കൈൽ ഹാലൈഡ്. എഥനോൾ ക്ലോറോഈഥൈൻ, പ്രൊപ്പനോൾ ബ്രോമോപ്രൊപ്പൈൻ, ബ്യൂട്ടനോൾ ക്ലോറോബ്യൂട്ടൈൻ, പെന്റനോൾ ക്ലോറോപെന്റൈൻ, ഏതുമായിട്ട് വേണമെങ്കിലും മാറ്റാം. ആ OH-നെ റീപ്ലേസ് ചെയ്ത് ഹാലജൻ വരും. That is treated with hydrogen halide. അപ്പൊ ഇവിടെ ഓർഗാനിക് കെമിസ്ട്രിക്ക് നമ്മൾ കൺവേർഷൻ ചോദിക്കും. ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഇപ്പൊ how will you convert ethanol to bromoethane? അപ്പൊ അവിടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാതെ പ്രിപ്പറേഷൻ ഒരു ക്വസ്റ്റ്യൻ കാണത്തില്ല, കൺവേർഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ആൽക്കഹോൾ നിന്നിട്ട് ആൽക്കൈൽ ഹാലൈഡ് ആക്കാൻ പറഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് HCl, HBr, HI-യുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ. That is, second is the alcohol can be converted into alkyl halide in another way. That is on treated with phosphorus halide. Alcohol on treated with phosphorus halide, we get alkyl halide or haloalkane. Alcohol on treated with phosphorus halide. So CH3CH2OH. അതിനെ ഞാനൊരു ഫോസ്ഫറസ് ഹാലൈഡുമായി ട്രീറ്റ് ചെയ്യണം. എന്താ ഫോസ്ഫറസ് ഹാലൈഡ്? PCl3, PCl5, PBr3, ഫോസ്ഫറസ് ബ്രോമൈഡ്, ഫോസ്ഫറസ് ക്ലോറൈഡ്, ഫോസ്ഫറസ് അയഡൈഡ്, ഇങ്ങനെയുണ്ട് ഫോസ്ഫറസ് ഹാലൈഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ ആൽക്കഹോളുകളെ ഫോസ്ഫറസ് ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഹിയർ ethanol on treated with PCl3 or PCl5 ആരുമായിട്ട് ട്രീറ്റ് ചെയ്താലും മതി. എത്തനോളിനെ ഞാൻ PCl5യുമായി ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൂടുതലൊന്നും
ഓർമ്മിക്കേണ്ട ഈ OH മാറ്റിയിട്ട് ഹാലജൻ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് CH3 CH2 Cl. We also get chloroethane. ഇവിടെ ബൈ പ്രോഡക്റ്റ് POCl3HCl. അത് നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് ഈ ബൈ പ്രോഡക്റ്റിന് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് മെയിൻ പ്രോഡക്റ്റ്, മേജർ പ്രോഡക്റ്റ് എഴുതാനേ പറയും കേട്ടോ. ഇപ്പൊ അഡീഷണൽ ആയിട്ട് H2O, HCl, H3, POCl3 അതൊന്നും നമുക്ക് എഴുതിയില്ലേലും മാർക്ക് അങ്ങനെ കുറയ്ക്കില്ല. കാരണം ബൈ പ്രോഡക്റ്റിന് ഇമ്പോർട്ടന്റ് ഇല്ല, നമുക്ക് കിട്ടുന്ന മെയിൻ പ്രോഡക്റ്റ്. അപ്പൊ മെയിൻ പ്രോഡക്റ്റ് എഴുതാൻ ഒരു പാടുമില്ല, OH പകരം ഹാലജനം കൊടുക്കാം. അപ്പൊ ഈ എത്തനോളിനെ ക്ലോറോഇഥേൻ ആക്കാൻ പറഞ്ഞ ഈ റിയാക്ഷൻ എഴുതിയാലും മതി. അപ്പൊ ഇത് എഴുതാം, ഇത് ഏത് വേണമെങ്കിലും എഴുതിയാൽ മതി. ഹൈഡ്രജൻ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ PCl5 ട്രീറ്റ് ചെയ്താൽ മതി. ഓർ എഥനോൾ ഓൺ ട്രീറ്റഡ് വിത്ത് PCl3. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താലും മതി, PCl3 ട്രീറ്റ് ചെയ്താലും മതി. അതാണ് ഏതുമായിട്ടും. PCl5 അല്ലെങ്കിൽ PCl3. ഇവിടെ ഒന്നും ആലോചിക്കേണ്ട. The OH is replaced by chlorine. Here the byproduct is H3PO3. It is not so important. That is a byproduct. Or alcohol on treated with PBr3. Phosphorus ട്രൈബ്രോമൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെയും OH-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബ്രോമിനെ അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പ്രോഡക്റ്റ്? CH3 CH2 Br പ്ലസ് H3PO3. അതാണ് ഫോസ്ഫറസ് ട്രൈബ്രോമൈഡ്. ഈ PBr3 എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഈ PBr3 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻസൈറ്റുവിലാണ്. നമ്മൾ ഈ ടെസ്റ്റിൽ പലയിടത്തും നോക്കിയാൽ പ്രിപ്പയർഡ് ഇൻ ഇൻസൈറ്റു എന്ന് കാണാം. എന്താണ് ഇൻസൈറ്റു എന്ന് പറഞ്ഞാൽ? പ്രിപ്പയർഡ് ഓൺ ദ സ്പോട്ട്. അന്നേരം നമ്മൾ നിർമ്മിക്കും. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്താണ് അത് നിർമ്മിക്കുന്നത്. അതായത് നേരത്തെ നിർമ്മിച്ചു വെച്ചേക്കാൻ പറ്റത്തില്ല. അതാണ് ഇൻസൈറ്റുവിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ആ സ്പോട്ടിൽ നിർമ്മിക്കുന്നത്. എങ്ങനെയാണ് PBr3 നിർമ്മിക്കുന്നതെന്ന് അറിയാമോ? ബൈ ട്രീറ്റിംഗ് ബ്രോമിൻ വിത്ത് റെഡ് ഫോസ്ഫറസ്. ബ്രോമിനെ റെഡ് ഫോസ്ഫറസുമായിട്ട് ട്രീറ്റ്. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആൽക്കഹോളിനെ ബ്രോമിനും റെഡ് ഫോസ്ഫറസുമായിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെ PBr3 യൂസ് ചെയ്യത്തില്ല. അതാണ് ഇൻസൈറ്റു. നമ്മൾ ആൽക്കഹോളിനെ ബ്രോമിനും റെഡ് ഫോസ്ഫറസുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ബ്രോമിനും റെഡ് ഫോസ്ഫറസും റിയാക്ട് ചെയ്താണ് PBr3 ഉണ്ടാകുന്നത്. അത് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചിലപ്പം PBr3 എന്ന് കാണത്തില്ല. അപ്പൊ ആൽക്കഹോൾ ഇട്ടിട്ട് ബ്രോമിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ്, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? അപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ അറിയണം. ഈ PBr3 റിയാക്ട് ചെയ്യുന്നതിനാണ് ബ്രോമിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ് തന്നിരുന്നാലും ഈ റിയാക്ഷൻ നമ്മൾ അറിയണം. ഓക്കെ. ഓർ ആൽക്കഹോൾ on treated with PI3. ഫോസ്ഫറസ് ട്രൈ അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താലും മതി, PI3 ട്രീറ്റ് ചെയ്താലും മതി. PI3 അതിനേക്കാൾ അൺസ്റ്റേബിൾ ആണ്, ഒട്ടും നിർമ്മിച്ചു വെച്ചേക്കാൻ പറ്റത്തില്ല. അതും ഇൻസൈറ്റുവിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ട്രീറ്റിംഗ് വിത്ത് അയഡിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ്. അവിടെ അയഡിനും റെഡ് ഫോസ്ഫറസും കൂടെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് PI3 പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ? OH-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് I അങ്ങ് എഴുതിയാൽ മതി. CH3 CH2I പ്ലസ് H3PO3. ഇവിടെ എല്ലാം എന്താണ്ട് സെയിം ആണ്. ഇവിടെ എല്ലാം OH-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഏത് റിയാക്ഷൻ വേണമെങ്കിലും നടത്താം. ആൽക്കഹോൾ തന്നിട്ട് ഹാലോ ആൽക്കൈൻ ആക്കാൻ പറഞ്ഞാൽ ഇവിടെ PCl5 or PCl3 or PBr3, PI3, we can treat it with any phosphorus halide. There is the OH group is replaced by halogen. That is a alcohol which is converted into alkyl halide. Okay.
That is another preparation from alcohol. There is one more preparation from alcohol. Alcohol can be converted into alkyl halide in another way. How? By treating with thionyl chloride. Thionyl chloride. Alcohol on treated with thionyl chloride. What is thionyl chloride? SOCl2. SOCl2. That is thionyl chloride. Alcohol on treated with thionyl chloride, we also get alkyl halide. അവിടെ നോക്കണ്ട, OH-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജനങ്ങൾ കൊടുത്താൽ മതി. OH-നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെയും ഹാലജനങ്ങൾ കൊടുത്താൽ മതി. Here the byproduct is SO2 and HCl. ഇവിടെ byproduct ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇത് മാത്രം. ഇവിടെ എത്തനോളിനെ SOCl2മായി ട്രീറ്റ് ചെയ്തപ്പോൾ we get chloroethane. OH is replaced by halogen. അതാണ് ഇപ്പൊ എത്തനോളിനെ ക്ലോറോഇഥേൻ ആക്കാൻ ചോദിച്ചാൽ HCl-മായി ട്രീറ്റ് ചെയ്താൽ മതി, or PCl5 or PCl3 or SOCl. But this method is used in the preparation of pure alkyl halide. Pure alkyl halide preparation thionyl chloride ആണ് യൂസ് ചെയ്യുന്നത്. Why എന്ന് ചോദിക്കും. Here thionyl chloride is used in the preparation of pure alkyl halide. Why? Because the byproduct, here the byproduct is SO2 and HCl, which are gases which escape easily, and we get pure alkyl. അതാണ് അവിടെ SO2 സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജനും ക്ലോറൈഡുമാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ്, പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്യുവർ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ, why does thionyl chloride is used in the preparation of pure alkyl halide? We can write what is the reason. The byproduct SO2 and HCl are gases which escape easily. Okay, so that is the preparation from alcohol. അതാണ് എല്ലാം ഒരേ, നമുക്ക് ഒരു ജനറൽ ഫോം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. എത്തനോള് പകരം പ്രൊപ്പനോളോ ബ്യൂട്ടനോളോ ഏത് വന്നിരുന്നാലും ഇതുപോലാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ എഴുതി പഠിക്കാം. ഞാനിപ്പോ എത്തനോൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്രൊപ്പനോൾ എഴുതി പഠിക്കാം, ബ്യൂട്ടനോൾ എഴുതി പഠിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും. അതാണ് നമുക്ക് എഴുതി എത്ര കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്ത്. അതാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരു റഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു നോട്ടീസ് ബുക്ക് വേണം. അതിനകത്ത് മാക്സിമം നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഇക്വേഷൻ എഴുതി പഠിക്കുക. എത്ര കൂടുതൽ നിങ്ങൾ എഴുതി പഠിക്കുന്നോ അത്രയും നമുക്ക് പെട്ടെന്ന് നമുക്കിത് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, അല്ല നമുക്ക് വായിച്ച് പഠിച്ചെന്ന് പറഞ്ഞ് ചിലവർക്ക് അത് ഒക്കും, പക്ഷെ എല്ലാവർക്കും കൂടുതൽ മെജോറിറ്റിയും അത് അങ്ങനെ പറ്റത്തില്ല. വർക്ക് ചെയ്ത് പഠിച്ചാലേ നമുക്ക് നോക്കും. So that is the preparation from alcohol. So the alkyl halide which can be prepared in another way. What is that? Is from alkane. Another is from alkane. Alkyl halide which can be prepared from alkane. അത് നമ്മൾ ലോവർ ക്ലാസ്സിലോ 10th ഒക്കെ കേട്ടിട്ടുണ്ട്. ആൽക്കൈനുകളെ ആൽക്കൈൽ ഹാലൈഡ് ആക്കും. ഇപ്പൊ മീഥെയിൻ, അതിനെ നമുക്ക് ക്ലോറോമീഥൈനോ ബ്രോമോമീഥൈനോ ഒക്കെ ആക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ദ ആൽക്കൈൻസ് ഓൺ ഹാലോജനേഷൻ. ആൽക്കൈൻസിനെ ഹാലോജനേഷൻ നടത്തണം. അതും ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ എന്ന് പറയും. അതൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇയർ റിയാക്ഷൻ മെക്കാനിസത്തിലുണ്ട് ഫ്രീ റാഡിക്കൽ.
കാർബോകാറ്റയോൺ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ നോക്കണം, ആ മെക്കാനിസം അറിയാം. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ഹാലജനേഷൻ എന്നറിഞ്ഞിരുന്നാൽ മതി. ഹാലജനേഷൻ ദാറ്റ് ഈസ് ക്ലോറിനേഷൻ ഓർ ബ്രോമിനേഷൻ. ഹാലജനുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഹാലജനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലോറിനേഷൻ ക്ലോറിനുമായി ട്രീറ്റ് ചെയ്യുന്നു, ഓർ ബ്രോമിനേഷൻ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആൽക്കൈൻസ് ഓൺ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, ദാറ്റ് ഈസ് alkyne on treated with the chlorine in presence of sunlight or heat. നമ്മൾ മീഥൈനെ ക്ലോറിനുമായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. എന്താണ് ഹിയർ? one hydrogen atom is substituted by chlorine, that is we get CH3Cl. He has studied the substitution reaction in the 10th standard or in the hydrocarbon chapter in the first year. Substitution reaction. One atom is replaced by another. Here one hydrogen is replaced by chlorine. H um Cl um kuda chernu HCl. That is methane converted into chloromethane. ഇപ്പൊ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ബ്രോമോ മീഥൈൻ കിട്ടിയനെ, ഓർ ഈഥൈൻ ടു ക്ലോറോ ഈഥൈൻ, ഓർ പ്രൊപ്പൈൻ ടു ക്ലോറോ പ്രൊപ്പൈൻ, ഓർ ബ്യൂട്ടൈൻ ടു ബ്രോമോ ബ്യൂട്ടൈൻ. ഹിയർ ഓൾസോ വി ക്യാൻ പ്രിപ്പയർ എനി ആൽക്കൈൽ ഹാലൈഡ്. That is in alkyne, hydrogen replaced by a halogen. That is the alkyne on halogenation, chlorination or bromination. We get alkyl halide. That is a simple preparation from alkyne. Next, preparation from alkene. ഇനി ആൽക്കീനുകളിൽ നിർമ്മിക്കാം. ആൽക്കീനുകളെ ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റാം. എങ്ങനെയാണ് ആൽക്കീനുകളെ ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റുന്നത്? ആൽക്കീൻസ് ഓൺ അഡീഷൻ വിത്ത് ഹൈഡ്രജൻ halide. Alkenes on addition with hydrogen halide or hydrohalogenation നടത്തിയാൽ മതി. നമ്മൾ ഇവരെ hydrohalogenation നടത്തും. ഫോർ എക്സാമ്പിൾ for CH2 double bond CH2, ethene. CH2 double bond CH2, we know the name, that is a ethene. It on addition with HBr. ഇതിനെ നമ്മൾ ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് അഡീഷൻ നടത്തും. യഥീനെ ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് അഡീഷൻ നടത്തും. അപ്പോഴെന്താണ് കിട്ടുന്നത്? The double bond breaks. The hydrogen is attached to one carbon and the halogen is attached to other carbon. That is we get CH3 CH2 Br. That is bromopropane. We have studied in the hydrocarbon chapter first year or 10th. Addition reaction. Addition means unsaturated compound converted into saturated. Unsaturated means they contain double bond or triple bond. They converted into saturated. Saturated means contain only single bond. Double bond single bond ആയിട്ട് മാറുന്നു. നമുക്കറിയാമല്ലോ അതാണ്. അപ്പം here ethene converted into bromoethane or CH3 CH double bond CH2. Propene one treated with HBr. പ്രൊപ്പീനെ ഞാൻ HBr-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പ്രൊപ്പീനെ HBr-ഉമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇവിടെ രണ്ടു തരം പ്രോഡക്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് H ഇവിടെ വരാം, Br ഇവിടെ വരാം, അല്ലെങ്കിൽ H ഇവിടെ വരും, Br ഇവിടെ വരും. പക്ഷെ എങ്ങനെ കിട്ടത്തുള്ളൂ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന റൂള് നിങ്ങൾ പഠിച്ചോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറ. ഈ ആൽക്കീന്റെ HBr-ഉമായിട്ടുള്ള അഡീഷനുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റൂൾ നമ്മൾ ഇവിടെ വേണ്ടുന്നതാ. Anyone know that is important rule?
That is an important Markovnikov's rule. നമ്മൾ പഠിച്ചില്ലേ? When an unsymmetrical reagent is added to an unsymmetrical alkene, the negative part of the addendum goes to the carbon having less number of hydrogen atom. അല്ലേ? ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് HBr എന്ന് പറഞ്ഞാൽ അൺസിമെട്രിക്കൽ റിയേജന്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് പാർട്ടുണ്ട്, എച്ചും ഉണ്ട് ബിആറും ഉണ്ട്, H+ Br-. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനുമായിട്ട് ട്രീറ്റ് ചെയ്യും. എന്താ അൺസിമെട്രിക്കൽ ആൽക്കീൻ? ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലുമുള്ള കാർബണുകളുടെ നമ്പർ ഡിഫറന്റ് ആയിരിക്കും. ദിസ് ഈസ് എ സിമെട്രിക്കൽ ആൽക്കീൻ, ദിസ് ഈസ് ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഡബിൾ ബോണ്ടിന് ലെഫ്റ്റിൽ 2 കാർബൺ ഉണ്ട്, റൈറ്റിൽ 1 കാർബണേ ഉള്ളൂ. ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് അൺസിമെട്രിക്കൽ ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് എപ്പോഴും എവിടെ പോകത്തുള്ളൂ? ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിന്റെ കൂടെ പോകൂ, അല്ലേ? That is the product is CH3, CHBr, CH3. We get 2-bromopropane. Propane converted into 2-bromopropane. When an unsymmetrical reagent added to an unsymmetrical alkene, the negative part of the addendum goes to the carbon having less number of hydrogen atom. അതിനെയാണ് നമ്മൾ മാർക്കോണിക്കോസ് റൂൾ. പക്ഷെ തിരിച്ചും നടക്കും. ആ റൂളിനെ എന്തു പേര് വിളിച്ചത്? ആന്റി മാർക്കോണിക്. അവിടെ കണ്ടീഷൻ എന്തുവായിരുന്നു? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അല്ല, അവിടെ ഒരു നമ്മള് ആ കണ്ടീഷൻ, ഈ റിയാക്ഷൻ എന്തിന്റെ പ്രസൻസിൽ നടത്തണം? തിരിച്ചു നടക്കണമെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ്, അല്ലെ? ഒരു ഓർഗാനിക് പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഈ റിയാക്ഷൻ നടത്തിയാൽ തിരിച്ചു നടക്കും. ദാറ്റ് ഈസ് പ്രൊപ്പീൻ when treated with HBr in presence of an organic peroxide like benzoyl peroxide, അതിന്റെ പ്രസൻസിൽ നടത്തിയാൽ the reaction occurs against Markovnikov's rule. That is, a negative part goes to the carbon contain greater number of hydrogen atom. That is, we get the product 1-bromopropane. Propene converted into 1-bromopropane. That is anti-Markovnikov's rule. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ആ കൺവേർഷൻ, പ്രൊപ്പീനെ 2-bromopropane ആക്കണമെങ്കിൽ ഡയറക്റ്റ് HBr-മായി ട്രീറ്റ് ചെയ്താൽ മതി. 1-bromopropane ആക്കണമെങ്കിൽ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യണം. അത് രണ്ടും അറിഞ്ഞിരിക്കണം ആ കൺവേർഷൻ. ഓക്കെ, ഇങ്ങനെ ആൽക്കീൻസ് ഓൺ അഡീഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് we get alkyl halide. That is another preparation of haloalkane. So that is, these are so many chemical reactions, equations. You remember this equation? So there is one more preparation, that is halogen exchange method. Another method for the preparation of alkyl halide, that is halogen exchange method. Halogen exchange method means one halogen is replaced by another halogen. Here chlorine or bromine, it is replaced by fluorine or iodine. That is, one halogen is replaced by another halogen. That is halogen exchange method. ഒരു ഹാലജൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഹാലജൻ വരുന്നു. ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ് പ്രധാനമായിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയും. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഈ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നമുക്ക് ഒത്തിരി നെയിം റിയാക്ഷൻസ് ഉണ്ട്. ഈ സയന്റിസ്റ്റുകളുടെ പേര് വെച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഏതാണ്ട് വുഡ്സ് റിയാക്ഷൻ, ഫ്രീഡൽ കാപ്സ് റിയാക്ഷൻ ഒക്കെ പഠിച്ച പോലെ ഇവിടെ നമ്മളൊരു 10-20 പരം നെയിം റിയാക്ഷൻ, എല്ലാ എക്സാമിനും നെയിം റിയാക്ഷൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. 3-4 എണ്ണം ചോദിക്കും.
Finkelstein, Schwarz, Clemenson's, Woods-Fittig, Rosen-Munzer reaction, Haloalkanes reaction. Three name reactions important. We 4 chapters. That is important. Name reactions. So here one is Finkelstein reaction. What is Finkelstein reaction? An alkyl chloride or bromide, one treated with sodium iodide in presence of dry acetone, we get alkyl iodide. An alkyl chloride or bromide, when treated with sodium iodide in presence of dry acetone, we get alkyl iodide. ഒരു ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈഡ്, ക്ലോറിനോ ബ്രോമിനോ ഏതെങ്കിലും ആയിരുന്നാൽ മതി. ഇപ്പൊ മിഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ മിഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ഈഥൈൽ ബ്രോമൈഡ്, പ്രൊപ്പൈൽ ബ്രോമൈഡ്, ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഏതോ ആയിക്കോട്ടെ. ആൻ ആൽക്കൈൽ ഹാലൈഡ് ഓൺ ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. സോഡിയം അയഡൈഡുമായിട്ട് ഡ്രൈ അസറ്റോണിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഈ എന്നെയും CL-ഉം കൂടെ ചേർന്ന് NaCl അങ്ങ് പോകും. ബാക്കി I ഇവിടെ വരും. That is CH3I. We get iodomethane. Chloromethane converted into iodomethane. That is, chlorine is replaced by iodine. Or bromomethane to iodomethane. Chloropropane to iodopropane. Bromobutane to iodobutane. Chloropentane to iodopentane. Any chloride or bromide converted into iodide. How? By treating with the NaI in presence of dry acetone. Dry acetone here is used as a, because the additional sodium chloride, it is insoluble in dry acetone. നമ്മൾ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ അങ്ങ് ഡിസോൾവ് ചെയ്ത് കിടക്കത്തേ ഉള്ളൂ. വാട്ടർ അവിടെ സോഡിയം ക്ലോറൈഡ് കിടന്നാൽ റിയാക്ഷൻ റിവേഴ്സ് ആയിട്ട് നടക്കും, തിരിച്ചു നടക്കും. ഇപ്പൊ ഡ്രൈ അസറ്റോണിൽ ഡിസോൾവ് ചെയ്യാത്തതുകൊണ്ട് സോഡിയം ക്ലോറൈഡ് അവിടെ കിടക്കും, ഇതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റി കളയാം. അതുകൊണ്ട് തിരിച്ച് റിയാക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ട് ഡ്രൈ അസറ്റോൺ, ഈ സോഡിയം ഹാലൈഡ് ഡിസോൾവ് ചെയ്യാതിരിക്കാനാണ് ഡ്രൈ അസറ്റോൺ ഒരു സോൾവെന്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഓൺ ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ, വി ഗെറ്റ് ആൽക്കൈൽ അയഡൈഡ്. ദാറ്റ് ഈസ് കോൾഡ് ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയും. Then next is Schwarz reaction. Another is Schwarz reaction. ഇതുപോലെ തന്നെ Schwarz reaction എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഓൺ ട്രീറ്റഡ് വിത്ത് മെറ്റൽ ഫ്ലൂറൈഡ്. ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് on treated with metal fluoride, we get alkyl fluoride. അതാണ് ഇവിടെ ക്ലോറിനോ ബ്രോമിനോ മാറിയിട്ട് ഫ്ലൂറിൻ വരുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ അയഡിൻ വരുന്നതായിരുന്നു, ഇവിടെ ഫ്ലൂറിൻ വരുന്ന റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് on treated with metal fluoride, we get alkyl fluoride. ഇതിനെയാണ് Schwarz റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബ്രോമോ ഈഥൈൻ, ഒരു മെറ്റൽ ഫ്ലൂറൈഡ് AgF, സിൽവർ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ മെർക്കുറി ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ആന്റിമണി ഫ്ലൂറൈഡ്, ഏതെങ്കിലും ഒരു ഫ്ലൂറൈഡ് ടെസ്റ്റിനകത്ത് 2-3 കൊടുത്തിട്ടുണ്ട്, കാണാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റൽ ഫ്ലൂറൈഡ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ബ്രോമിനീസ്, the halogen chlorine or bromine is replaced by fluorine.
That is Schwarz reaction. Alkyl chloride or bromide on treated with metal fluoride, we get alkyl fluoride. ഇതാണ് രണ്ട് തരത്തിലുള്ള ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയും. ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ, അതായത് ഇവിടെ എല്ലാം ഒരു ഹാലജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഹാലജൻ വരികയാണ്. ഒന്നാമത്തേതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അവിടെ ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് ഓൺ ട്രീറ്റഡ് വിത്ത് സോഡിയം അയഡൈഡ്. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ we get alkyl iodide. Second is Schwarz reaction. Alkyl chloride or bromide on treated with metal fluoride, we get alkyl fluoride എന്ന് പറയും. ഇതാണ് ഇവരുടെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവരെ പ്രിപ്പയർ ചെയ്യാനുള്ള. അപ്പൊ നമ്മള് ഈ ആൽക്കൈൽ ഹാലൈഡിന്റെ പല രീതിയിലുള്ള പ്രിപ്പറേഷൻ എല്ലാം അതാണ് കെമിക്കൽ ഇക്വേഷൻ. ഒന്ന് ഫ്രം ആൽക്കഹോൾ, ആൽക്കഹോളിനെ ഹൈഡ്രജൻ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്തു, ഫോസ്ഫറസ് ഹാലൈഡുമായി ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ തയോണൈൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ ആൽക്കൈനെ ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ, ക്ലോറിനേഷൻ ഓർ ബ്രോമിനേഷൻ, വി ഗെറ്റ് ഹാലോ ആൽക്കൈൻ. അതുപോലെ പിന്നെ ആൽക്കീൻ, ആൽക്കീൻ ഓൺ അഡീഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്, we get alkyl halide. പിന്നെ ഇവിടെ halogen exchange method, that is Finkelstein. In Finkelstein reaction, the halogen is replaced by the chlorine or bromine is replaced by iodine. For the Schwarz reaction, here the chlorine or bromine, it is replaced by fluorine atom. ഇതാണ് ഇവരുടെ പ്രിപ്പറേഷൻ മെത്തേഡുകളായിട്ട് ഉള്ളത്. ഇനി ഇവരുടെ ഈ ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ചില കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇവരുടെ ചില ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എങ്കിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ സോലുബിലിറ്റി, അതുപോലെ ബോയിലിംഗ് പോയിന്റ്, അപ്പൊ അതിനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനുള്ളത്. So that is first the physical properties. First is the boiling point. The alkyl halide have higher boiling point than corresponding hydrocarbon. ഈ കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബണേക്കാൾ അല്ലെങ്കിൽ ആൽക്കൈനുകളേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ആൽക്കൈൽ ഹാലൈഡുകൾക്ക്. Why? Due to the strong intermolecular force of attraction. Due to the dipole force and van der Waals force. ഇപ്പൊ മീഥൈൻ അതിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ക്ലോറോമീഥൈൻ. മീഥൈനേക്കാൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും ക്ലോറോമീഥൈന്. കാരണം ക്ലോറോമീഥൈൻ എന്ന് പറയുമ്പോൾ there is strong intermolecular force due to the dipole force. നമുക്കറിയാം ക്ലോറോമീഥൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പോളാർ ബോണ്ട് ഉണ്ട്. കാർബൺ ഹാലജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ പോളാർ ബോണ്ട് അല്ലേ? നമ്മൾ പോളാർ ബോണ്ട് പഠിച്ചില്ലേ? ഡിഫറൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിനടുത്തേക്ക് ഇലക്ട്രോൺ പെയറുകൾ അട്രാക്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും മറ്റേ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. അത്തരം ബോണ്ടുകളെ അല്ലേ പോളാർ ബോണ്ടുകൾ എന്ന് വിളിച്ചത്. അപ്പൊ ഹിയർ CCl ബോണ്ട് ഈസ് എ പോളാർ ബോണ്ട്. അടുത്ത ക്ലോറോമീഥൈൻ മോളിക്യൂൾ, അവിടെയും ക്ലോറിൻ ഹാസ് നെഗറ്റീവ്,
carbon has positive. ഈ നെഗറ്റീവ് ക്ലോറിനും പോസിറ്റീവ് കാർബണും തമ്മിൽ എന്ത് കാണും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്ത് പേര് വിളിച്ചത്? ഡൈപോൾ ഫോഴ്സ്. സോ ഇൻ ഹാലോ ആൽക്കൈൻ there is carbon halogen bond is a polar bond. Carbon has positive charge, chlorine has negative charge. So there is an electrostatic force of attraction between the carbon and the chlorine in the next compound. This is called a dipole force. ആൽക്കൈനകത്ത് മീഥൈനിൽ വല്ലതും ഉണ്ടോ? പോളാർ ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരിൽ ഡൈപോൾ ഫോഴ്സ്. പിന്നെന്തുവാ? സ്ട്രോങ് വാൻഡർവാൾസ് ഫോഴ്സ്. നമുക്കറിയാം ഏത് മോളിക്യൂളും തമ്മിൽ ഒരു ചെറിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് വാൻഡർവാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത്. When the molecular mass increases, van der Waals force also increases. അല്ലെ? ആൽക്കൈനിൽ മീഥൈനകത്ത് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യേണ്ട ക്ലോറിൻ വന്നു. ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 ആണ്. അത്രയും മോളിക്കുലാർ മാസ് കൂടുതലാണ്. അല്ലെങ്കിൽ ബ്രോമിൻ അറ്റോമിക് മാസ് 80 ആണ്. അയഡിൻ 127 ആണ്. അപ്പൊ ആൽക്കൈനകത്ത് ഹാലജൻ വരുമ്പോഴത്തേക്ക് അവരുടെ മോളിക്കുലാർ മാസ് അങ്ങ് ഹൈ ആവത്തില്ലേ? When the molecular mass increases, van der Waals force also increases. Upon in haloalkane, there is a strong van der Waals force and there is a dipole force. So they have strong intermolecular force than alkane. So they have a higher boiling point than corresponding hydrocarbon. The alkanes, the haloalkanes have higher boiling point than corresponding hydrocarbon due to the strong intermolecular force of attraction by dipole force and van der Waals. When the molecular mass increases, the van der Waals force also increases. That is the boiling point also increases. അല്ലേ? അതുകൊണ്ട് ആൽക്കൈൽ ഫ്ലൂറൈഡ്, ആൽക്കൈൽ ക്ലോറൈഡ്, ആൽക്കൈൽ ബ്രോമൈഡ്, ആൽക്കൈൽ അയഡൈഡ്, ഈ ഓർഡറിലാണ് ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്. ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് അങ്ങോട്ട് പോകുന്തോറും മോളിക്കുലാർ മാസ് കൂടത്തില്ലേ? മോളിക്കുലാർ മാസ് കൂടുന്തോറും മോളിക്യൂൾ തമ്മിലുള്ള വാൻഡർ വാൾസ് ഫോഴ്സും കൂടും. സോ ദ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസ്. അല്ലെങ്കിൽ കാർബൺ കൂടിയാൽ മതി. ക്ലോറോമീഥൈൻ, ക്ലോറോ ഈഥൈൻ, ക്ലോറോ പ്രൊപ്പൈൻ, ക്ലോറോ ബ്യൂട്ടൈൻ. കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടിയാലും ബോയിലിംഗ് പോയിന്റ് കൂടും. ദാറ്റ് ഈസ് ദ മോളിക്കുലാർ മാസ് ഇൻക്രീസസ്. അപ്പൊ എപ്പോഴും when the molecular mass increases, the boiling point also increases due to the increase in van der Waals. But on branching, the boiling point decreases. പക്ഷെ ബ്രാഞ്ച് വരുമ്പോ ബോയിലിംഗ് പോയിന്റ് കുറയും. In the case of isomeric alcohol, propan 1-ol, propan 2-ol. പ്രൊപ്പാൻ 1-ഓളിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും പ്രൊപ്പാൻ 2-ol. കാരണം ബ്രാഞ്ച് വരുമ്പോൾ മോളിക്യൂൾ ഇച്ചിരി അകന്നകന്നേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ബ്രാഞ്ച് ഇല്ലെങ്കിൽ മോളിക്യൂളിന് അടുത്തടുത്തിരിക്കാം, ക്ലോസ് സ്ലീപ്പ് ആയിക്കിടാം, ഗ്രേറ്റ് വാൻ ഡർ വാൾസ് ഫോഴ്സ്. പക്ഷെ ബ്രാഞ്ച് വരുമ്പോൾ മോളിക്യൂളിന് അടുത്തടുത്തിരിക്കാൻ പറ്റുമോ? ഇച്ചിരി ദൂരെ ബ്രാഞ്ച് ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ദൂരെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. That is the van der Waals force decreases. So the boiling point also. So in the case of isomeric, so here is not alcohol, alkyl halide. That is in alkyl halide, isomeric alkyl halide, on branching the boiling point decreases. ചിലപ്പോൾ 2-3 തന്നിട്ട് ബോയിലിംഗ് പോയിന്റ് ഓർഡറിൽ എഴുതാൻ ടെസ്റ്റിനകത്ത് സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും when the molecular mass increases, the boiling point also increases. But on branching, the boiling point decreases due to the decrease in the van der Waals. ആണ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയും കൂടെ ഉള്ള, that is solubilityയെ കുറിച്ച് കൂടെ പറഞ്ഞു. That is the alkyl halides are less soluble in water.
ആൽക്കൈൽ ഹാലൈഡിന് വെള്ളത്തിൽ ലെസ് സോലുബിലിറ്റിയാണ്. കാരണം എന്താ? നമ്മൾ പഠിച്ചില്ലേ, ആൽക്കൈൽ ഹാലൈഡിനകത്ത് മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രോങ് ഇന്റർമോളിക്യുലാർ ഫോഴ്സ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ബ്രേക്ക് ചെയ്യണം. അതിനെന്തോ വേണം? ദേ നീഡ് എനർജി. കൂടാതെ വാട്ടറിനകത്ത് എന്തോ ഉണ്ട് നമുക്കറിയാം. ദ വാട്ടർ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ബൈ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിനെ വാട്ടർ ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ ദേ റിക്വയർഡ് എനർജി ടു ബ്രേക്ക് ദ സ്ട്രോങ് ഡൈപോൾ ഫോഴ്സ് ആൻഡ് ദ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ വാട്ടർ. നമുക്കറിയാമല്ലോ, വാട്ടർ എന്ന് പറഞ്ഞാൽ HOH. അതിനകത്ത് പോളാർ ബോണ്ടില്ലേ, ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് പോളാർ ബോണ്ട് അല്ലേ? The water molecules are associated by intermolecular hydrogen bond. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ ഈ ആൽക്കൈൽ ഹാലൈഡ് വാട്ടർ ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിന്റെ ഇടയ്ക്കാ കയറി വരേണ്ടത്. അപ്പം വാട്ടർ മോളിക്യൂളിനകത്ത് ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്യണം, അതിനും എനർജി വേണം. ആൽക്കൈൽ ഹാലൈഡ് മോളിക്യൂൾ തമ്മിൽ നല്ല ഡൈപോൾ ഫോഴ്സിൽ ഇരിക്കുവാണ്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒന്ന് അകലണം, അപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. രണ്ടിനും കൂടെ ലാർജ് എമൗണ്ട് എനർജി വേണം. അത്ര എനർജി അവിടെ സഫീഷ്യന്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ലെസ് സോലുബിൾ ഇൻ വാട്ടർ, ബിക്കോസ് ലാർജ് എമൗണ്ട് എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദ ഡൈപോൾ ഫോഴ്സ് ആൻഡ് ദ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ വാട്ടർ. ആ ഹൈഡ്രജൻ ബോണ്ടില് വാട്ടറിലെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനും ആൽക്കൈൽ ഹാലൈഡിലെ ഡൈപോൾ ഫോഴ്സ് ബ്രേക്ക് ചെയ്യാനും ലാർജ് എമൗണ്ട് എനർജി വേണം. അത്ര എനർജി അവിടെ സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നില്ല. സോ ദേ ആർ ലെസ് സോലുബിൾ ഇൻ വാട്ടർ. ഇതാണ്, ഇതിനെക്കുറിച്ച് ഒന്ന് റീഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന്, ബോയിലിംഗ് പോയിന്റ്, ദേ ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റ് ദാൻ ആൽക്കൈൻ ഡ്യൂ ടു സ്ട്രോങ് ഇന്റർമോളിക്യുലാർ ഫോഴ്സ് ബൈ dipole force and van der Waals force. When molecular mass increases, van der Waals force increases, boiling point also increases. But on branching, the van der Waals force decreases because distance increases. So boiling point decreases. But propan 2-ol has, so 2-chloropropane has less boiling point than 1-chloropropane. They are less soluble because large amount energy required to break dipole force and hydrogen bonding in water. ഇതാണ് രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്കിനി പ്രധാനമായിട്ടും ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഈ പറഞ്ഞതിൽ എനി ഡൗട്ട്? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ സർ. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സോ it will study in the next our class. Okay? Okay, sir. Thank you, sir. Thank you, sir.